ബോട്സ്വാനയിലെ സന്ദർശനത്തിന് ശേഷം തിരികെ സിംബാബ്വേയിലെ വിക്ടോറിയ ഫാൾസ് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. സഞ്ചാരത്തിന്റെ ഇവിടുത്തെ പാർട്ട്ണർ കമ്പനിയിലെ ക്രൈഫേസ് ആണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെയുള്ള ഒരു ലോഡ്ജിലാണ് ഇന്ന് താമസം. ബയേറ്റെ എന്നു പേരുള്ള ലോഡ്ജിന്റെ മുന്നിലേക്ക് വണ്ടിയെത്തി. വളരെ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ബയേറ്റെ ലോഡ്ജ്. അതിന്റെ പുൽക്കെട്ടിടത്തിന് മുന്നിൽ വണ്ടിയിൽ നിന്നിറങ്ങി. ഇന്നു രാത്രിയിലെ താമസം ഇവിടെയാണ്. ക്രൈഫേസ് എന്റെ ബാഗ് ഇവിടുത്തെ ഒരു ജീവനക്കാരനെ ഏൽപ്പിച്ചു. തണുപ്പുള്ള വൃക്ഷനിബിഡമായ ഒരു പ്രദേശത്ത് പുല്ലുമേഞ്ഞ പല കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ്. ട്രഡീഷണൽ ശൈലിയിൽ ഭംഗിയായി അത് ഒരുക്കി വച്ചിരിക്കുന്നു. ഇതാണ് ലോഡ്ജിന്റെ റിസപ്ഷനുള്ള കെട്ടിടം. ആഫ്രിക്കൻ ഗോത്രശൈലി എല്ലായിടത്തും കാണാം. ഇതൊക്കെയാണ് ആരെയും കൊതിപ്പിക്കുന്നതും. ചെറിയൊരു റിസപ്ഷനാണ്. അതിനകത്ത് 2-3 ജീവനക്കാരുണ്ട്. അവർ ചെക്ക് ഇൻ പ്രോസസ് എല്ലാം ചെയ്യുന്നു. ക്രൈഫേസ് തന്നെ അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു. ജീവനക്കാരെ എനിക്ക് പരിചയപ്പെടുത്തി ക്രൈഫേസ് പോയി. എനിക്ക് മുറി കാണിച്ചു തരുന്നതിനായി ഒരു പെൺകുട്ടി മുൻപേ നടന്നു. പുല്ലുകൊണ്ടുമേഞ്ഞ പല കെട്ടിടങ്ങളുണ്ട് മരക്കൂട്ടത്തിനുള്ളിൽ. ഒരു നില മാത്രമുള്ള കെട്ടിടങ്ങളാണ്. നല്ല തണുപ്പുള്ള സ്ഥലം. കിളികളുടെ കളകൂജനം കേൾക്കാം. വീതി കുറഞ്ഞ ഒരു ഇടനാഴി. അതിന്റെ ഒരറ്റത്തുള്ള 5-ാം നമ്പർ മുറിയാണ് എന്റേത്. മരവാതിലുള്ള മുറി. അകത്തേക്ക് കയറുമ്പോൾ റൂം എങ്ങനെ ഉണ്ടാകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. നല്ല മുറിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ താമസിച്ച ക്രിസ്റ്റ മൊവാന റിസോർട്ടിലുള്ളത്ര ലക്ഷറിയില്ല. കൊതുകിന്റെ ശല്യം ഉണ്ടാകുമെന്ന് ബെഡിനു മുകളിലുള്ള കൊതുകുവല കണ്ടപ്പോൾ മനസ്സിലായി. ബാഗൊക്കെ റൂമിൽ വെച്ച് ഒന്ന് ഫ്രഷായി ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. ലോഡ്ജിന്റെ കോമ്പൗണ്ട് ഒന്ന് കാണണം. നേരത്തെ കൂടെ വന്ന പെൺകുട്ടി തന്നെ ഇവിടുത്തെ ഓരോ സൗകര്യങ്ങളും കാണിക്കാനായി മുൻപേ നടക്കുന്നു. ആദ്യം റെസ്റ്റോറന്റ് ഏരിയയിലേക്കാണ് ചെന്നത്. അതിന്റെ തൊട്ടുമുന്നിലായി മനോഹരമായ വലിയൊരു പൂളുണ്ട്. അതിനു ചുറ്റുമായി കുറെ കെട്ടിടങ്ങൾ. ഇതാണ് റെസ്റ്റോറന്റ്. അതിന്റെ അകത്തോ പുറത്തോ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. നല്ലൊരു ധ്യാനം. ഈ ആംബിയൻസ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പ്രോപ്പർട്ടിയാണിത്. 10-20 മുറികളേയുള്ളൂ. ഒരു ഭാഗത്ത് നിരത്തിയിട്ട പൂൾ ചെയറുകൾ, ഭക്ഷണം കഴിക്കാനുള്ള മേശ. വേറൊരു ഭാഗത്ത് വിശ്രമിക്കാൻ ചില കെട്ടിടങ്ങൾ. അതും ഗോത്രശൈലിയിൽ സുന്ദരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗോത്രക്കാരുടെ കുന്തം, പോത്തിന്റെ തലയോട്ടി, ഇങ്ങനെ പല സാധനങ്ങൾ കൊണ്ട് ആഫ്രിക്കൻ ഗോത്രജീവിതവുമായി ഇതിനെ കണക്ട് ചെയ്യുന്നു. ഞാൻ തിരികെ പൂളിന്റെ കരയിലേക്കെത്തി. നേരമിപ്പോൾ 2 മണിയാകാറായിരിക്കുന്നു. ബോട്സ്വാനയുടെ അതിർത്തിയിലെ പ്രോസസ്സുകൾക്കായി ഒരുപാട് സമയം പോയിരുന്നുവല്ലോ. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ റെസ്റ്റോറന്റിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. റെസ്റ്റോറന്റും ഗോത്രശൈലിയിൽ തന്നെ മനോഹരമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ഡീറ്റെയിൽഡായി കാണിക്കുന്നതും പറയുന്നതും കേരളത്തിൽ ഇത്തരം റിസോർട്ടുകൾ പണിയുന്നവർക്ക് ഇതൊരു മാതൃകയാവണമെന്ന ചിന്തയോടെയാണ്. പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ലെങ്കിൽ തന്നെ അവിടെ താമസിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വരും. റെസ്റ്റോറന്റിലെ മെനുവിൽ ഇത്രയും വിഭവങ്ങളൊക്കെയുണ്ട്. ഞാനൊരു സാൻഡ്വിച്ചാണ് പറഞ്ഞത്. വെജിറ്റബിൾ സാൻഡ്വിച്ച്. കുറേ ദിവസങ്ങളായി മാംസാഹാരം കഴിച്ചു മടുത്തിരുന്നു. പൂൾ സൈഡിലെ ചെയറുകളിൽ കുറച്ചാളുകൾ കാപ്പിയൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്. വിശ്രമിക്കാനും സമയം കളയാനും പറ്റിയ ഒരു സ്ഥലമാണിത്. ഞാൻ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴേക്കും എന്നെ കാണാൻ ഒരാൾ എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ലവ്മോർ ആണ് സഞ്ചാരത്തിന്റെ ഇവിടുത്തെ പാർട്ട്ണർ കമ്പനിയുടെ MD. ഒരു കാപ്പി കുടിക്കാം, കഫേയിൽ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വണ്ടിയിലേക്ക് ക്ഷണിച്ചു. സ്വന്തം വണ്ടിയുമായാണ് വന്നിരിക്കുന്നത്. ലവ്മോർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഇവിടെ അടുത്ത് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ കാപ്പിക്കടയുണ്ട്. അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നത് ഒരു ഡിഫറന്റ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ലവ്മോർ പറഞ്ഞു. അല്പനേരം അവിടെ ഇരുന്ന് സംസാരിക്കാമെന്നും ലവ്മോർ പറഞ്ഞു. 40 വയസ്സേ ഉള്ളൂ ലവ്മോറിന്.
എന്നാൽ 19 വർഷം മുൻപ് ഇദ്ദേഹം ഒരു ടൂർ കമ്പനി ആരംഭിച്ചിരിക്കുന്നു. മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. ട്രാഫിക് ഒന്നുമില്ലാത്ത വളരെ ശാന്തമായ പ്രദേശം. വെയിലുണ്ടെങ്കിലും ഇളം തണുപ്പുമുണ്ട്. വൃക്ഷനിബിഡമായ സ്ഥലമാണ്. വഴിയോരങ്ങളിൽ പുൽത്തകിടികൾ പിടിപ്പിച്ചിരിക്കുന്നു. ഇത് സമ്പന്നർ വസിക്കുന്ന ഒരു പ്രദേശമാണ്. ഓരോരോ മതിൽക്കെട്ടിനകത്തും മറ്റുമാണ് വീടുകൾ. ലവ്മോർ വാഹനം ഹൈവേയിൽ നിന്ന് തിരിച്ച് ലൊറേറ്റാസ് കോഫി എന്ന ബോർഡ് വെച്ച ഒരു സ്ഥാപനത്തിന്റെ മുറ്റത്തേക്ക് കയറ്റി. 1-2 കെട്ടിടങ്ങളും ഒരു കാറുമൊക്കെ അവിടെ കാണുന്നുണ്ട്. ചെമ്മണ്ണിന്റെ വലിയൊരു മുറ്റമാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും വലിയ ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് ഒരാളെത്തി. അയാൾ വന്ന് ലവ്മോറിനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് ആഫ്രിക്കയിലെ ഒരു ശൈലിയാണ്. എല്ലാ കാര്യത്തിലും വളരെ എക്സ്പ്രസീവാണിവർ. ലവ്മോർ ആ നീലക്കുപ്പായക്കാരനെ എനിക്ക് പരിചയപ്പെടുത്തി. ഇദ്ദേഹത്തിന്റെ പേര് ടക്കുണ്ട എന്നാണ്. TK എന്നാണ് എല്ലാവരും വിളിക്കുകയെന്നും പറഞ്ഞു. ടക്കുണ്ടയുടേതാണ് കോഫി ഷോപ്പ്. വലിയൊരു മുറ്റം. മരച്ചുവട്ടിൽ അങ്ങിങ്ങ് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു കാരവൻ സ്റ്റൈലിലാണ് കോഫി ഷോപ്പ്. ലൊറേറ്റാസ് കോഫി ആൻഡ് സ്മൂത്തി കാരവൻ എന്നാണ് ബോർഡ്. ഒരു ജോലിക്കാരനുണ്ട്. ടക്കുണ്ട താമസിക്കുന്ന വീട് ഇതാണ്. കോവിഡിന് മുൻപ് ഇവിടെ വന്ന് കച്ചവടം തുടങ്ങിയതാണ് അദ്ദേഹം. മുറ്റത്തൊരു ചെമ്പകമരം നിൽപ്പുണ്ട്. അതിൽ കുറെ മഹത് വചനങ്ങൾ എഴുതി കെട്ടിത്തൂക്കിയിരിക്കുന്നു. കുറെയൊക്കെ ടക്കുണ്ടയുടെ തന്നെ വചനങ്ങളായിരിക്കാം. മറ്റുള്ളവർ പറഞ്ഞതുമുണ്ടാകാം. രസകരമാണ് സംവിധാനങ്ങളെല്ലാം. ഇവിടുത്തെ മെനു കൊണ്ടുവച്ചു. കോഫി തന്നെയാണ് പ്രധാനം. എന്റെ അടുത്ത് വന്നിരുന്ന ടക്കുണ്ട അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞു. ഭാര്യയുടെ പേര് ലൊറേറ്റ എന്നാണ്. ഹരാരയിൽ വെച്ചാണ് ലൊറേറ്റയെ പരിചയപ്പെടുന്നത്. അന്നവർ ഒരു കോഫി ബ്രൂവിസ്റ്റയായിരുന്നു. അക്കാലത്ത് ഇദ്ദേഹം UK-യിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് തിരികെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരവനിലെ കച്ചവടം ഇന്റർനാഷണലി വലിയ പോപ്പുലറാണ്, പ്രത്യേകിച്ചും ടൂറിസ്റ്റ് ലൊക്കേഷനുകളിൽ. ലൊറേറ്റ അതൊന്നും കണ്ടിരുന്നില്ല. പുതിയ ബിസിനസ് ഐഡിയയുമായി രണ്ടുപേരും വിക്ടോറിയ ഫാൾസിലേക്ക് വരാൻ തീരുമാനിച്ചു. ഒരു കാരവൻ വാങ്ങി. അതിന്റെ അകം കോഫി ട്രെയിലറാക്കി. ഹരാരയിൽ നിന്നും കാരവൻ കെട്ടിവലിച്ച് ഇവിടേക്കെത്തി. ആദ്യത്തെ 2 ആഴ്ച ഇവർ ഉറങ്ങിയതുപോലും അതിനുള്ളിലാണ്. ഇങ്ങനെയൊക്കെയാണ് ആഫ്രിക്കൻ ചെറുപ്പക്കാർ ഓരോ സംരംഭങ്ങൾ തുടങ്ങുന്നത്. ലോൺ എടുത്തും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയുമൊക്കെ തന്നെയാവും തുടക്കം. ഇതാണ് ലൊറേറ്റയുടെ കോഫി ബ്രാൻഡ്. അത് വന്ന കഥയൊക്കെ പുറകിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന മീഡിയം റോസ്റ്റ് കാപ്പിപ്പൊടിയാണ്. അങ്ങനെ അദ്ദേഹം തന്റെ ജീവിത കഥ പറഞ്ഞുകൊണ്ടിരുന്നു. Our business model is working much better because we're getting coffee bean cheaply and we can now also sell it as a side business. ഇതിന്റെ കച്ചവടവും ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ടെന്ന് ടക്കുണ്ട പറഞ്ഞു. ഇതിനിടെ എന്താണ് കഴിക്കേണ്ടതെന്നും ചോദിച്ചു. തണുത്ത കാപ്പി മതിയെന്ന് ഞാൻ പറഞ്ഞു. ടക്കുണ്ടയും ജോലിക്കാരനും കൂടി കാരവനകത്തു കയറി കാപ്പിയുടെ പ്രിപ്പറേഷൻ തുടങ്ങി. ഈ സമയം ഞാനും ലവ്മോറും കഥയൊക്കെ പറഞ്ഞങ്ങനെയിരുന്നു. 19 വർഷം മുൻപ് താൻ ബിസിനസ് തുടങ്ങിയ കഥയാണ് ഇദ്ദേഹം പറയുന്നത്. ലവ്മോറിന് 10 വയസ്സുള്ളപ്പോൾ അച്ഛനമ്മമാരോടൊപ്പം വിക്ടോറിയ ഫാൾസിലെത്തിയതാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഹരാരയിലെ ഒരു ലോഡ്ജിലെ ജീവനക്കാരനായിരുന്നു. ടൂറിസം രംഗത്തോട് തന്നെയായിരുന്നു ലവ്മോറിനും താല്പര്യം. അടുത്ത വർഷം 20ാം വാർഷികം ആഘോഷിക്കുന്നതിലേക്ക് എന്നെ ക്ഷണിക്കുന്നുമുണ്ട്.
where we celebrate 20 years. Oh, ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളിലും ഇവർ ടൂർ പരിപാടി നടത്തുന്നുണ്ട്. We do tours all over Africa, Zimbabwe, Zambia, Botswana, Namibia. അപ്പോഴേക്കും കാപ്പിയുമായി ചക്കുണ്ട വന്നു. This is an iced coffee. എനിക്കുള്ളത് ഐസ് കോഫിയും ലവ്മോറിനുള്ളത് വാനില ഡ്രിങ്കുമാണ്. There's another one coming through. Mocha milk. നിങ്ങളുടെ സുഹൃത്തിനു വേണ്ടി ഒരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചക്കുണ്ട ലവ്മോറിനോട് പറഞ്ഞു. ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിന് ഒരു വിദേശിയുടെ അഭിപ്രായം കിട്ടണം. ഇന്ത്യക്കാരൻ അഭിപ്രായം പറയട്ടെ എന്ന് പറഞ്ഞ് ചക്കുണ്ട അത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഇത് രണ്ടും കുടിച്ച ശേഷം അഭിപ്രായം പറയേണ്ട ജോലി എന്റേതായി. ഞാൻ രണ്ടും കുടിച്ചു നോക്കി. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. So, Harare. ഈ സമയമൊക്കെ ലവ്മോർ തന്റെ വിശേഷങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. Used to work in at a lodge അച്ഛൻ ലോഡ്ജിൽ ജോലി ചെയ്ത കാര്യമൊക്കെ. here, then eventually ചക്കുണ്ടയും വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്നു. company. ആഫ്രിക്കൻ ജീവിതം എന്താണെന്നും ആഫ്രിക്കയിൽ ഇവരെ പോലുള്ളവർ എങ്ങനെ കഴിയുന്നു എന്നുമെല്ലാമാണ് ഇവരുമായി സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്. You eat all the profits. നമ്മുടെ നാട്ടിലേതുപോലെയൊക്കെ തന്നെ പുതിയ ജോലി കണ്ടുപിടിക്കുന്നതും സംരംഭങ്ങൾ തുടങ്ങുന്നതുമൊക്കെ ആ വിധമാണ്. Yes, on a ആഫ്രിക്കയിൽ ഇവരെ പോലെ ധാരാളം സംരംഭകരുണ്ട്. rent free. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ടക്കുണ്ടയുടെ മകൾ ഒരു കടലാസുമായി വന്നു. That അമ്മ എന്തോ എഴുതിക്കൊടുക്കാൻ പറഞ്ഞു വിട്ടതാണ്. spend here. അതിന് ഉത്തരം ടക്കുണ്ട എഴുതിക്കൊടുത്തു. Tell him your name. ഷിയേറ്റ്സ എന്നാണ് മകളുടെ പേര്. Shietza. Yes, it means the light. പ്രകാശം എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ടക്കുണ്ട വിവരിച്ചു തന്നു. When the day starts, it's called Chietza. Shietza. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ഞാൻ അവളോട് ചോദിച്ചു. What grade are you? Grade 2. ഗ്രേഡ് 2-ലാണ്. ഇന്ന് സ്കൂളിൽ പോയില്ലേ എന്നായി ഞാൻ. Oh, they're on holiday. ഹോളിഡേ ആണെന്നാണ് ടക്കുണ്ട പറയുന്നത്. Some will call it summer break, we call it winter break. വേനൽ അവധി പോലെ വിന്റർ ബ്രേക്ക്. 1 month? Yes, for 1 month. They go back in September. ഒരു മാസത്തേക്ക് അവധിയാണ്. September 9. So all your children? എല്ലാ മക്കളും കൂടെയുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. In fact, it's 4. 4 മക്കളാണ് ടക്കുണ്ടയ്ക്ക്. And I've got a daughter visiting from my previous. ഇവർ 3 പേരും ആദ്യ ഭാര്യയിൽ ഒരു മകളും. മക്കളുടെ എണ്ണം പറഞ്ഞത് വലിയൊരു പൊട്ടിച്ചിരിക്ക് ഇടയാക്കി. My brother's kids are. തന്റെ സഹോദരന്റെ മക്കളെ തന്റെ മക്കളായി തന്നെയാണ് കണക്കാക്കുക എന്ന് ചക്കുണ്ട പറയുന്നു. ഞങ്ങൾ കുറെ നേരം അത്തരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കാപ്പി കാരവണിൽ ഈ നേരത്ത് വലിയ കച്ചവടമൊന്നുമില്ല. അവിടെ നിന്നും യാത്ര തുടരാൻ നേരമായി. Thank you so much again. Thank you. ചക്കുണ്ടയോട് യാത്ര പറഞ്ഞു. Thank you. വീണ്ടും കാണാമെന്നും പറഞ്ഞു. ചക്കുണ്ടയുടെ ജോലിക്കാരൻ മുറ്റത്ത് പൊടി പറക്കാതിരിക്കാൻ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമാണ് ഇവിടെ കൂടുതൽ ആളുകളെത്തുക. ഞങ്ങൾ ഈ വന്ന സമയം ഏതാണ്ട് 3:30 മണിയാണ്. 6 മണിയാകുമ്പോഴേക്കും കൂടുതൽ ആളുകളെത്തും. അടുത്തതായി ലവ്മോർ എന്നെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇവിടമൊക്കെ ജനവാസ ഇടങ്ങളാണ്. Owner, പലവിധ ജോലികൾക്കായി വന്നവർ താമസിക്കുന്ന ഇടങ്ങൾ. ഇക്കാണുന്നതാകട്ടെ ഒരു അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. കുറഞ്ഞ ചെലവിൽ താമസിക്കാവുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഹോട്ടൽ. നിരവധി ലോഡ്ജുകളുണ്ട് ഇവിടെ. ഹോട്ടലുകളും ഹോം സ്റ്റേകളും വേറെ. ബാക്ക് പാക്കേഴ്സിന് വളരെ ചുരുങ്ങിയ ചെലവിൽ താമസിക്കാവുന്ന ഫെസിലിറ്റികൾ വരെയുണ്ട്. പാതയോരത്ത് കാണുന്നതൊക്കെ ഗ്രാമീണരാണ്. ടൂറിസം, ബോർഡർ ചെക്ക് പോസ്റ്റ്, മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഗതാഗതം എന്നിവയെല്ലാമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരാണ് ഇവിടെ കൂടുതലായും വസിക്കുന്നത്. മൊത്തത്തിൽ ഒരു വൃത്തിയുണ്ട് ഇവിടം കാണാൻ. ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടെങ്കിലും തലങ്ങും വിലങ്ങും വലിച്ചുകെട്ടിയ കമ്പികളൊന്നും കാണുന്നില്ല. പോസ്റ്ററും ബാനറും ഹോർഡിങ്ങുകളുമില്ല. വിക്ടോറിയ ഫാൾ സിറ്റിയിലെ ഒരു ഷോപ്പിംഗ് മാളിന്റെ മുന്നിലേക്കാണ് ലവ്മോർ വണ്ടി കൊണ്ടുചെന്നത്. ഒരാൾ അവിടെ നിന്ന് കൈവീശുന്നുണ്ട്. അതാണ് എന്നെ കാത്തു നിൽക്കുന്നയാൾ. ചെങ്കെ എന്നാണ് പേര്.
Nice to meet you. How's it going? ഇനി ചെങ്കയുടെ കൂടെയാണ് എന്റെ യാത്ര. All right. Where's the car? ചെങ്കയുടെ കാർ തൊട്ടപ്പുറം നിർത്തിയിട്ടിട്ടുണ്ട്. Okay. അതിൽ ചെന്ന് കയറാം. ലവ്മോറിനോട് യാത്ര പറഞ്ഞു. Enjoy your evening. പിന്നെ കാണാം എന്ന് ഉപചാരം ചൊല്ലി ഞങ്ങൾ പിരിഞ്ഞു. All right, cool. ലവ്മോർ വണ്ടിയുമായി പോയി. ഇസൂസുവിന്റെ നല്ലൊരു വണ്ടിയാണ്. ഈ കിടക്കുന്ന ഫോർഡ് റേഞ്ചറാണ് ചെങ്കയുടെ വണ്ടി. ചെങ്കെ ഒരു ജനറൽ മാനേജറാണ്. I am the general manager at Victoria Falls Wild Hub. വിക്ടോറിയ ഫാൾസ് വൈൽഡ് ഹബ് എന്ന കൺസർവേറ്ററിയുടെ ജനറൽ മാനേജർ. Our sanctuary. ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന കാര്യം വിക്ടോറിയ ഫാൾസിലെ ടൂർ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകളും അറിഞ്ഞിട്ടുണ്ട്. The rest of the world about ഒരു ടൂർ കമ്പനിയുടെ MD തന്നെ വന്നിരിക്കുന്നു, മീഡിയയിൽ നിന്നുള്ള ആളാണെന്നുമെല്ലാം. Going now? Right now? അതോടെ പല കമ്പനികളുടെയും ആളുകൾ എന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. Victoria Falls. അവരെല്ലാം Wild Hub. ലവ്മോറിനോടാണ് അത് പറഞ്ഞത്. We are based in Victoria അങ്ങനെയാണ് Falls, ചെങ്കയും എത്തിയിരിക്കുന്നത്. home to several animals. എന്നെ ഇവിടുത്തെ ടൂറിസത്തിലെ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശം. Vultures, ostriches. ഞാൻ ഓരോ സ്ഥലത്തും വരുമ്പോൾ സഞ്ചാരം ഗ്രൂപ്പിന്റെ അടുത്ത ടൂറിൽ പുതുമയുള്ള എന്താണ് നൽകാനാവുക എന്ന് പഠിച്ചുകൊണ്ടിരിക്കും. Like I mentioned, an animal അതുകൊണ്ടാണ് ചെങ്കയുടെ സ്ഥാപനം കാണാൻ ക്ഷണിച്ചപ്പോൾ പോകാൻ തീരുമാനിച്ചത്. animals that are in distress. That is our അവിടെ എന്തൊക്കെയുണ്ടെന്ന് ചെങ്കെ പറയുന്നുണ്ട്. reason for being there, essentially. Yeah. സിംഹത്തെ So what കാണാവുന്ന we like to ഒരു do വൈൽഡ് ലൈഫ് is സാങ്ച്വറി that is എക്സ്കേർഷനാണ് called, ഇവരുടെ wild സ്ഥാപനത്തിൽ wildlife പ്രധാനം. excursion. So it's a 2 to 2.5 hour activity where you meet all of these animals that I mentioned. You get to learn the reason. ആ കൺസർവേറ്ററി ഒന്ന് കണ്ടിട്ട് കൊള്ളാമെങ്കിൽ നിങ്ങളുടെ അടുത്ത ടൂറിൽ ഉൾപ്പെടുത്താമോ എന്നാണ് ചെങ്കയുടെ ചോദ്യം. അത് ഗൗരവമായി ആലോചിക്കാമെന്ന് ഞാനും പറഞ്ഞു. സഞ്ചാരത്തിന്റെ ഗസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലമാണോ അതെന്ന് പരിശോധിക്കാനാണ് ഞാൻ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളെയും അത് സന്ദർശകർക്ക് ഒരു അനുഭവം ആകുന്നതിനെക്കുറിച്ചുമെല്ലാം ചെങ്കെ വിശദീകരിച്ചുകൊണ്ടിരുന്നു. വിക്ടോറിയ ഫാൾസ് സിറ്റി എയർപോർട്ടിന്റെ ദിശയിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ പാതയിലൂടെ കുറെ ചെന്ന ശേഷം വനത്തിനുള്ളിലേക്ക് പോകണം. ചെങ്കയുടെ കൺസർവേറ്ററികൾ പോലെയുള്ളവ സ്വകാര്യ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നവയാണ്. സ്വാഭാവിക വനത്തിൽ മൃഗങ്ങളെ പരിചരിച്ച് സംരക്ഷിക്കുന്ന ഇടങ്ങളാണത്. ജനവാസ ഇടങ്ങളായതിനാൽ ബസ്സുകളും കുറെ വണ്ടികളുമൊക്കെ ഇവിടെ കാണാം. കാടിനുള്ളിൽ ഗ്രാമങ്ങളുണ്ട്. ഗ്രാമീണരുടെ ചന്തയും മറ്റും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അവിടം കഴിയുന്നതോടെ പിന്നെ കുറെ ദൂരം വിജനമായ സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. വനത്തിലൂടെ നേർരേഖ പോലുള്ള പാത. വനത്തിനുള്ളിൽ തന്നെയാണ് കൺസർവേറ്ററികൾ. ചെങ്കെ മെയിൻ റോഡിൽ നിന്നും ഒരു മൺപാതയിലേക്ക് വണ്ടി തിരിച്ചു. വനം കൊള്ളക്കാരിൽ നിന്നും കള്ളക്കടത്തുകാരിൽ നിന്നുമൊക്കെ പിടിച്ചെടുക്കുന്ന മൃഗങ്ങളെയും പരിപാലിക്കാനായി കൺസർവേറ്ററികളിലാണ് ഏൽപ്പിക്കുക. വനത്തിൽ വിശാലമായ പ്രദേശത്ത് ശരിക്കുള്ള ആവാസ വ്യവസ്ഥയിൽ അവയെ സംരക്ഷിക്കുകയാണ് കൺസർവേറ്ററികളുടെ ചുമതല. കാരണം അവയ്ക്ക് മറ്റു മൃഗങ്ങളോടൊപ്പം ജീവിക്കാൻ ചില പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടാവും. വനത്തിൽ സ്ഥിരമായി വാഹനങ്ങൾ ഓടുന്ന പാതയാണ് ഇതെന്ന് മനസ്സിലായി. മണൽ വഴിയാണ്. കഴിഞ്ഞ ദിവസം ബോട്സ്വാനയിൽ ഗെയിം ഡ്രൈവിന് പോയ വഴികൾ പോലെ തന്നെയുണ്ട്. ഒരു കാറും സഫാരി വാഹനവുമൊക്കെ കിടക്കുന്ന ഒരിടത്തേക്കെത്തി. ഇവിടെ മരക്കൂട്ടത്തിനിടയ്ക്ക് ഒരു കെട്ടിടം കാണുന്നുണ്ട്. കാട്ടിൽ ഒരു ബോർഡ്, വെൽക്കം വിക്ടോറിയ ഫാൾസ് വൈൽഡ് ഹബ്. ചെങ്കെ എന്നെ അവിടേക്ക് നയിച്ചു. മരങ്ങൾക്കിടയിലൂടെ ചെറിയൊരു നടവഴി. നല്ല തണുപ്പുള്ള സ്ഥലം. തറ ഉയർത്തി നിർമ്മിച്ച വലിയൊരു കെട്ടിടത്തിനടുത്തേക്കെത്തി. അവിടെ വെച്ച് ചെങ്കെ കാൾട്ടൺ എന്നയാളെ പരിചയപ്പെടുത്തി. കാൾട്ടൺ ആണ് ഇവിടുത്തെ ചുമതലകൾ വഹിക്കുന്നത്. കൺസർവേറ്ററിയിലെ ഒരു റേഞ്ചർ. കാൾട്ടൺ ഇനി എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകും. ജ്യൂസുമായി ഒരു ജോലിക്കാരൻ വന്നു. ഇവിടെ ടൂർ സംഘങ്ങൾ വന്നു തുടങ്ങുന്നതേയുള്ളൂ. അടുത്ത കാലത്ത് ആരംഭിച്ച കൺസർവേറ്ററിയാണ്. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ സജീവമാകുന്നതേയുള്ളൂ. വിശാലമായ പുൽമേട്. അങ്ങ് താഴെ ഒരു ജലാശയമുണ്ട്. കാൾട്ടൺ ആമുഖമായി ചിലത് പറഞ്ഞു. ഏതൊക്കെ മൃഗങ്ങളെയാണ് കാണാൻ പോകുന്നത്, അവയുടെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നൊക്കെയാണ് കാൾട്ടൺ വിവരിക്കുന്നത്. ഞങ്ങൾ സംസാരിച്ചും ഒരു ജ്യൂസ് കുടിച്ചും ഇരിക്കുമ്പോഴേക്കും ഒരാൾ വന്നു.
അവന് എന്നെ നന്നായി ഇഷ്ടപ്പെട്ടു. ആദ്യം നിലത്തിരുന്നു. പിന്നെ ഞാൻ ഉപദ്രവകാരിയല്ല എന്ന് മനസ്സിലാക്കിയാവാം മടിയിലിരിക്കണം. പാസ്ക എന്നാണ് ഇവന്റെ പേര്. അവന് എന്നെ വിട്ടുപോകാൻ താല്പര്യമില്ല. ഞങ്ങൾ വലിയ സൗഹൃദത്തിലുമായി. ചെറിയ കുറുകലുമായി അവൻ അങ്ങനെ കിടക്കുകയാണ്. തന്റെ സ്വന്തക്കാരനെ കണ്ടെത്തിയതുപോലെയാണ് പെരുമാറ്റം. ഒടുവിൽ പാസ്കയെ ഒരു തരത്തിൽ എണീപ്പിച്ചു വിട്ട് ഞാനും കാൾട്ടനും കൂടി അവിടെ നിന്നും ഇറങ്ങി. 4000 ഏക്കർ വനമുണ്ട് ഇവരുടെ കീഴിൽ. 2023 സിംബാബ്വെ ഗവൺമെന്റ് പ്രത്യേക നിബന്ധനകളോടെ ലീസിന് നൽകിയിരിക്കുന്ന വനപ്രദേശമാണിത്. ഈ സഫാരി വാഹനത്തിൽ വേണം പോകാൻ. അകത്തിരിക്കുന്നോ പുറത്തിരിക്കുന്നോ എന്ന് ചോദിച്ചു കാൾട്ടൺ. ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം കണക്കാക്കി ഞാൻ പുറത്തിരുന്നുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വനത്തിലൂടെ സഫാരി വാഹനത്തിൽ യാത്ര തുടങ്ങി. മൃഗങ്ങളുടെ വ്യത്യസ്തമായ ചില കാഴ്ചകളിലേക്കുള്ള യാത്ര.